പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് മൈക്രോ ഫിനാൻസ് വഴി വായ്പ എടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ വായ്പ പലരും പലതരത്തിലും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ഈ വായ്പ എടുത്തതിനു ശേഷം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള പല ഭീഷണികളും വായ്പ തിരിച്ചടവ് മുടക്കം വരുത്തിയാൽ എടുക്കുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പലരും ഈ ചാനലിൽ പല കമൻറ്റുകളും എഴുതി അറിയിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പല കമൻറ്റുകളും അയക്കുന്നത്. ഇത് സംബന്ധിച്ച് പൊതുവായി നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് അല്ലാതെയുള്ള ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് ചില അംഗീകാരങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ അംഗീകാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലരും ഇത്തരം വായ്പകൾ നൽകുന്നത്. മൈക്രോ ഫിനാൻസ് വായ്പകൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയോ എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിലും പല ആളുകളും അതിനൊന്നുമല്ല, മറിച്ച് സ്വന്തമായി പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ മൈക്രോ ഫിനാൻസ് വായ്പകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ വായ്പകൾ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തേത്, 3 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉള്ള ഫാമിലി മെമ്പേഴ്സിനാണ് അധികമായി ജാമ്യം ഒന്നും ഈടാക്കാതെ ഈ മൈക്രോ ഫിനാൻസ് വായ്പകൾ നൽകുന്നത്. ഒന്നുകൂടി ആവർത്തിക്കാം, 3 ലക്ഷം രൂപയിൽ താഴെ ആനുവൽ ഇൻകം അഥവാ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്കാണ് ഇത് ലഭിക്കുക. ഇതിൻ്റെ ഒരു നിബന്ധന എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ മാത്രമായിരിക്കണം ഒരു കുടുംബത്തിന് പരമാവധി നൽകാനുള്ളത് എന്നുള്ളതാണ്. ഈ വായ്പയുടെ മാസത്തോറുമുള്ള തിരിച്ചടവ് കണക്കാക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ മാസ വരുമാനം എത്രയാണോ അതിൻ്റെ 50% മേൽ വരും വിധത്തിൽ ഒരു കാരണവശാലും വായ്പ അനുവദിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഇവർക്ക് ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു കർശനമായ നിബന്ധന വച്ചിട്ടുള്ളത്. നിക്ഷേപം അല്ലെങ്കിൽ ഇതിനകത്തു നമ്മൾ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ മാർജിൻ തുക, ഇതിൽ ജാമ്യസംഖ്യ എന്നിവ ഒന്നും തന്നെ ഈ വായ്പ എടുക്കുന്ന വ്യക്തികളിൽ നിന്നും ഈടാക്കരുത് എന്നും RBI കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം വായ്പ എടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ ഇത് അനുവദിക്കുന്നതിന് മാർജിൻ തുകയും ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു നിബന്ധന, ഒരു തരത്തിലുള്ള ജാമ്യ സംഖ്യയും ആവശ്യപ്പെടാനും പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇങ്ങനെ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു വ്യക്തിക്ക് മൈക്രോ ഫിനാൻസ് മുഖേനയുള്ള വായ്പ നൽകുമ്പോൾ ഒരു ലോൺ കാർഡും വ്യക്തികൾക്ക് നൽകണം എന്നുള്ളതാണ്. ഈ കാർഡിലാകട്ടെ എല്ലാ വിവരങ്ങളും, ഈ ലോൺ നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുകയും വേണം. എത്ര തുകയാണ് നൽകുന്നത്, എത്ര പലിശയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, അത് എത്രയാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്നുള്ള വിവരങ്ങളെല്ലാം ഇതിനകത്ത് കാണിച്ചിരിക്കണം എന്ന് വളരെ വളരെ നിർബന്ധപൂർവം തന്നെ RBI മൈക്രോ ഫിനാൻസ് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഈ വായ്പ അഥവാ തിരിച്ചടയ്ക്കാതെ വന്നാൽ ഈ വ്യക്തികളെ യാതൊരു കാരണവശാലും ഭീഷണിപ്പെടുത്തരുതെന്നുള്ള നിർദ്ദേശവും RBI കൂട്ടത്തിൽ വച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് മുൻപായും വൈകിട്ട് 6 മണിക്ക് ശേഷമായും ഒരു തരത്തിലും വായ്പ എടുത്ത ആളുകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള
നേരിൽ സന്ദർശനമോ ഫോൺ സന്ദേശമോ ഉണ്ടാകരുത് എന്നും RBI പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് പലപ്പോഴും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മൈക്രോ ഫിനാൻസ് വായ്പ എടുക്കുന്ന ആളുകളെ നിലവിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെയധികം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ RBIയുടെ അംഗീകാരം വാങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള വായ്പകൾ നൽകുന്നുണ്ട്. പലപ്പോഴും ഈ 5 മുതൽ 10 വരെ മെമ്പേഴ്സുള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൂട്ടുജാമ്യവും അല്ലെങ്കിൽ ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ അടിസ്ഥാനമാക്കിയും വായ്പ നൽകുന്ന ചില ധനകാര്യ സ്ഥാപനങ്ങളും നിലവിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാനും അവരുടെ ദാരിദ്ര്യ സ്ഥിതി മെച്ചപ്പെടുത്തിയെടുക്കാനും ഒക്കെയാണ് മൈക്രോ ഫിനാൻസ് വായ്പകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല നടക്കുന്നതെന്ന് ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞു വച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ പല വ്യക്തികളും കാണിക്കുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു വായ്പ കൊണ്ട് അവർ സാധാരണ നിലയിൽ അത് അവസാനിപ്പിക്കില്ല, പകരം പല സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വായ്പ എടുക്കുകയും ചെയ്യും. അങ്ങനെ വായ്പ എടുത്ത് കടം കയറിയ നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ എടുക്കുന്ന ഒരു സ്ഥാപനത്തിലെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ അത് തിരിച്ചടച്ച് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു സ്ഥാപനത്തിൽ പോയി പുതിയ വായ്പ എടുക്കുന്ന ഒരു പ്രതിഭാസവും സംസ്ഥാനത്തുണ്ട്. ഇങ്ങനെയാണ് പലരും പോയി കടക്കടിയിൽ വീഴുന്നത്. ഇതുപോലെ സ്ഥാപനങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു വായ്പ അത് തിരിച്ചടവ് മുടങ്ങുമ്പോൾ അത് എങ്ങനെയെങ്കിലും അടച്ച് തീർക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനം തന്നെ വേറെ വായ്പ അനുവദിക്കുന്ന ഒരു സമ്പ്രദായവും നിലവിലുണ്ട്. എന്തായാലും തിരിച്ചടവ് മുടങ്ങിയാൽ എല്ലാവരും ഓർത്തിരിക്കുക, ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ എടുത്താലും നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കും. തിരിച്ചടവ് മുടങ്ങിയാൽ സിബിൽ സ്കോറിനെ മറ്റ് ലോണുകൾ എടുക്കുന്നത് പോലെ തന്നെ അതിൻ്റെ റേറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇടിവ് വരും എന്നുള്ളതും ഓർത്തിരിക്കേണ്ടതുണ്ട്. വായ്പ എടുക്കുന്ന പലരും ഇതിനെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാതെ വീണ്ടും വീണ്ടും വായ്പകൾ എടുത്തു കൂട്ടുകയും ഈ സിബിൽ സ്കോർ താഴേക്ക് പോകുന്നത് വഴി അവരുടെ മക്കൾക്ക് വേണ്ടി എടുക്കേണ്ടി വരുന്ന വിദ്യാഭ്യാസ വായ്പ ആയാലും വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള ഭവന വായ്പ ആയാലും അതിനെ എല്ലാം ബാധിക്കും. അത്തരം വായ്പകൾ ഇവർക്ക് കിട്ടാതാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കേണ്ടത്, ഇത്തരം ഈ വായ്പകൾ എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന നമ്മുടെ കഴിവിനെ, സാമ്പത്തികപരമായ നമ്മുടെ അച്ചടക്കത്തിനെ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം വായ്പയിലേക്ക് കൈവയ്ക്കാൻ. മൈക്രോ ഫിനാൻസ് വായ്പയാണ്, എടുത്താൽ പിന്നെ തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില നിബന്ധനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ നിബന്ധനകൾ കൊണ്ടുവന്നത് തന്നെ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. അവർ ചില നിബന്ധനകൾ കൊണ്ടുവച്ചിട്ടുമുണ്ട്. അതിൽ ഒരു വ്യക്തിക്ക് പരമാവധി 4 ധനകാര്യ സ്ഥാപനങ്ങൾ മാത്രമേ ഈ വായ്പ കൊടുക്കാവൂ, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. 4 സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ മാത്രമേ കൊടുക്കാവൂ. കൂടുതൽ വായ്പകൾ എടുത്ത് അവരെ കൂടുതൽ കടക്കണിയിലേക്ക് വീഴ്ത്തിയാൽ ഇവരുടെ തിരിച്ചടവ് മുടങ്ങുകയും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഉള്ള ചില നിബന്ധനകൾ ഇവരുടെ കൂട്ടായ്മ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതും. ഈ ജനുവരി 2025 മുതൽ 3000 രൂപയിലധികം 90 ദിവസം വരെ തിരിച്ചടവ് കുടിശ്ശിക വരുത്തുന്നവർക്ക് വായ്പകൾ അനുവദിക്കുന്നതല്ല എന്നൊരു തീരുമാനവും എടുത്തിട്ടുണ്ട്. അത് 90 ദിവസം എന്നത് ഇപ്പോൾ 60 ദിവസമായി കുറച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു മുടക്കം വരുത്താതെ ഈ റിട്ടേൺ, അതായത് തിരിച്ചടവ് നിങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും വേണം എന്നുള്ളതാണ്. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും അവരുടേതായ
നിലയിൽ പലിശ നിശ്ചയിക്കാനുള്ള അധികാരം ഉണ്ട്. പക്ഷേ ഇതുപയോഗിച്ച് 24% ഏറെ വാർഷിക പലിശ ഈടാക്കുന്ന മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് ഈ പലിശ നിരക്കിലെ കൊള്ളപ്പലിശയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിൽ കൊള്ളപ്പലിശ ഈടാക്കുന്നവർക്കെതിരെ ഈ RBI നടപടികളൊക്കെ എടുക്കാറുണ്ട് എന്നുള്ളതെങ്കിലും പലപ്പോഴും കൊള്ളപ്പലിശ നിരോധന നിയമം എന്ന് പറയുന്നത് ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങൾ ആകുന്ന മൈക്രോ ഫൈനാൻസ് കമ്പനികൾക്ക് ബാധകമല്ലെന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ വളരെ നല്ലത്. അതായത് അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് അവർ ഈ പലിശ നിരക്ക് നിശ്ചയിക്കുകയും അത് നമ്മൾ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. പിഴ പലിശ കൂടി അധികമായി നമ്മൾ നൽകേണ്ടി വരുന്നു എന്നുള്ളത് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം തിരിച്ചടവ് നമ്മൾ മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് മൈക്രോ ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തിരിച്ചടവ് മുടങ്ങിയാൽ നടപടി അവർ എടുക്കും. ആ നടപടി എടുക്കുന്നതിനെ സംബന്ധിച്ച് അവർ സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ തീർച്ചയായും പല ആളുകളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത് ഭീഷണിപ്പെടുത്തലാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഈ തുക തിരിച്ചു പിടിക്കാൻ ആർക്കും RBI അധികാരം കൊടുത്തിട്ടില്ല. നിയമാനുസൃത നോട്ടീസ് നൽകി മാത്രമേ ഇതിൻ്റെ തിരിച്ചടവ് അവർക്ക് നടപ്പാക്കാൻ സാധ്യമാവുകയുള്ളൂ. ആരെങ്കിലും നിങ്ങളെ ഏത് തരത്തിലെങ്കിലുമുള്ള ഭീഷണിപ്പെടുത്തൽ വാക്കാലോ മെസ്സേജുകൾ വഴിയോ നേരിട്ട് വന്നോ നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. ഭീഷണിപ്പെടുത്തി അല്ല ഇത് വാങ്ങേണ്ടത്. മറിച്ച് കുടിശ്ശിക വന്നാൽ നിയമാനുസൃതമുള്ള നോട്ടീസുകൾ നൽകി ഈ വായ്പ എടുത്ത വ്യക്തിയെ നേരിൽ കേൾക്കുകയും ചെയ്തിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പരാതി ഉന്നയിക്കാവുന്നതാണെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.